നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. ശിവലിംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭഗവാന്റെ ചിത്രവും ഗുരുവായൂരപ്പന്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവുമാണ് നൽകിയിട്ടുള്ളത്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ശിവലിംഗത്തോടൊപ്പമുള്ള ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് എങ്കിൽ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്നും മാനസികമായി ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വിഷമതകൾ അനുഭവിക്കേണ്ടതായ വന്ന വ്യക്തികളുടെയോ എനർജി തന്നെയാണ് കൂടുതലായും ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. മറ്റുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒറ്റപ്പെടൽ തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് എല്ലാവരുമുണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നതുമാണ്. പുറമേ നിന്ന് കാണുന്നവർ പോലും അപ്രകാരം കരുതുന്നു എന്നതാണ് വാസ്തവം. ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം ചിന്തിക്കാതെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. അതായത് സ്വന്തം കാര്യത്തിന് പ്രാധാന്യം നൽകാതെ മറ്റു പലരുടെയും കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിക്ക് പിന്നാലെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പോലും ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നും കാണുന്നു. നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ ദുഃഖങ്ങൾ ഉണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്നതായ കാര്യം ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആരുമില്ലാത്തവരായി തന്നെ മാറാം. അതായത് ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ അവർ നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കുവാൻ സാധിക്കും വിധം മാറുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അതിനാൽ നിങ്ങൾ വൈകരുത് എന്ന് തന്നെ ഭഗവാൻ പരാമർശിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അല്പസമയം നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടത് അല്ലെങ്കിൽ അതിനായി പ്രത്യേകം സമയം കണ്ടെത്തേണ്ടത് അനിവാര്യത തന്നെയാണ്. അതിനാൽ സാഹചര്യങ്ങൾ അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. അതിനാൽ ഇതിനു മുന്നോടിയായി തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള നിരാശ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കാലം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കാരണം ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. എത്ര താഴ്ചയിലാണ് എങ്കിലും ആ ശക്തി നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന അത്ഭുതകരം എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സംഭവിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ നന്മ പലരും തിരിച്ചറിയും. നിങ്ങളുടെ മനസ്സ് ഭഗവാൻ തന്നെ കാണുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അർഹമായ ഫലം
ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്. നിങ്ങൾ വളരെ ഉയരങ്ങളിൽ എത്തുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെ കാലമായി നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾക്ക് വഴിമുട്ടുന്നതായ സാഹചര്യങ്ങൾ, ചില തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ, മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു വലിയ മാറ്റം തന്നെ വന്നു ചേരുകയും ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ കേൾക്കുവാനും ഇതിലെ പല കാര്യങ്ങളും പോസിറ്റീവായി നിങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ എടുത്തുചാട്ടം നിങ്ങൾക്ക് പല വിധത്തിലും ദുരിതങ്ങൾ, തടസ്സങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. പലരുടെയും വാക്കുകൾ കേട്ട് എടുത്ത് ചാടിയതിനാൽ പല വിധത്തിലും വിഷമതകൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും കുത്തുവാക്കുകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. കൂടാതെ ഈ സമയം ബന്ധങ്ങളിൽ വഷളാകുന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത്. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ചിന്തകളാണ്. കാരണം ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും പ്രവർത്തിക്കുന്നതിന് മുൻപും ചിന്തകൾ അനിവാര്യമായി തീരും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവ തിരികെ വരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ചുറ്റുമുള്ള പലരെയും നിങ്ങൾ തിരിച്ചറിയുവാൻ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. കാരണം പല വ്യക്തികളെയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അവരെ തിരിച്ചറിയുവാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്ന സാഹചര്യം, അവസരങ്ങൾ ഒരുങ്ങുന്നു എന്നതാണ് വാസ്തവം. അത്തരം വ്യക്തികളിൽ നിന്നും അകലം പാലിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ മാനസികമായി തകർക്കാൻ നോക്കുന്ന ആ വ്യക്തികൾ ആര് തന്നെയാണ് എങ്കിലും അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ദാമ്പത്യത്തിലാണ് എങ്കിൽ പോലും പലപ്പോഴും ഒരു വ്യക്തിയുടെ ഇടപെടൽ നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിലും എന്താണ് പരിഹാരം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്പം കൂടുതലായി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ പരാജയപ്പെടുത്തുവാൻ പലരും നിങ്ങളെ ശ്രമിക്കുന്നു. അവർ അത്തരം പ്രവൃത്തികളിലാണ് എന്ന് പറയാം. എന്നാൽ അവർ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള അവസരങ്ങൾ തന്നെ കടന്ന് വരാവുന്നതാണ്. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അത് സാധിക്കാവുന്നതാണ്. നിങ്ങൾ വിജയിക്കും എന്ന വിശ്വാസം ഈ സമയം നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. നിങ്ങളെ തേടി എത്തുന്നതായ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരാധീനത്താൽ, ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളെ തേടി എത്തുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾ നിരസിക്കാൻ പാടുള്ളതല്ല. അവയ്ക്കായി തുറന്ന് തന്നെ മനസ്സ് വയ്ക്കേണ്ടതും അനിവാര്യമാകുന്നു. നിങ്ങളുടെ ചുറ്റും ഒരു അന്ധകാരം ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിലൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരാം. ഒരു പ്രകാശം നിങ്ങളിലേക്ക് വന്നു ചേരാം. നെഗറ്റീവായ ചിന്തകളുണ്ട് എങ്കിൽ അത് മാറ്റേണ്ടതായ സാഹചര്യമുണ്ട്. ശുഭപ്രതീക്ഷ പല കാര്യങ്ങളിലും വയ്ക്കേണ്ടതും അനിവാര്യമാകുന്നു. കൂടാതെ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ എന്താണോ ആവശ്യമായത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ശുഭപ്രതീക്ഷ വയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചില മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം നഷ്ടങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുവാനും മറ്റ് അവസരങ്ങൾ വന്ന് ചേരുവാനും സാധ്യതകളുണ്ട്. കൺമുൻപിൽ ഇപ്പോൾ പല വിധത്തിലുമുള്ള ദുരിതപൂർണമായ അവസ്ഥകളാണ് ഉള്ളത്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളിൽ നിന്നും
ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന ആ സമയം വരാൻ പോവുകയാണ്. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സുരക്ഷയും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സമയം. ശരി തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളെ മുന്നിൽ നിന്നും നയിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ്. നെഗറ്റീവായ കാര്യങ്ങൾ അകലുകയും നല്ല കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് ഈ സമയം പ്രദാനം ചെയ്യുക. ആ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക.